വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗിൻ്റെ പ്രത്യേകിച്ച് അഖിലേന്ത്യാ അധ്യക്ഷനായ കേന്ദ്രമന്ത്രിയായ ഇ അഹമ്മദ് അങ്ങയുടെ സ്ഥാപനത്തിൻ്റെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മർക്കസിലെത്തി. അപ്പോൾ ഇതിൽ നിന്ന് പൊതുസമൂഹം കരുതുന്നത് അല്ലെങ്കിൽ മാധ്യമ സമൂഹം കരുതുന്നത് താങ്കൾക്ക് ലീഗിനോടുള്ള നിലപാടിൽ എന്തെങ്കിലും രീതിയിൽ അയവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അടുക്കുന്നു എന്ന മട്ടിലാണ്. അതുകൊണ്ടാണ് അത് വിശദമാക്കാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ നേരെ വിപരീതമാണ് സത്യം. ഞങ്ങളുടെ സമ്മേളനത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും ഇതിനു മുമ്പും എല്ലാ രാഷ്ട്രീയ വിഭാഗവും വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാരും വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നയത്തിൽ മാറ്റം വരുന്നു എന്നല്ലാതെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മഞ്ചേരിയിലെ TK ഹംസയുടെ വിജയത്തിന് സഹായകമായ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അങ്ങ് നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങയുടെ ഒരു സുന്നി വിഭാഗം അവർക്ക് കൃത്യമായ പിന്തുണ നൽകി CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് എന്നുള്ളത് കൊണ്ടാണ്. അത് ശരിയാണ്. അതിൻ്റെ മുമ്പ് പാരമ്പര്യമായി വിജയിച്ചു വന്നിരുന്ന പാർട്ടികളുടെ നയവൈകല്യം ആണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ആ നയവൈകല്യമുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൂടാ എന്ന് ഞങ്ങളുടെ ആളുകൾ തീരുമാനിച്ചതും ശരി തന്നെയാണ്. താങ്കളുടെ വിഭാഗത്തിൻ്റെ ഒരു ശക്തി കൂടിയായി സ്വാധീനം കൂടിയായിട്ട് അതിന് വ്യാഖ്യാനിച്ചൂടെ? ഞങ്ങളുടെ വിഭാഗത്തിൻ്റെ ശക്തി വളരെ വ്യക്തമായി അതിലെല്ലാം പ്രകടമായിട്ടുണ്ട് എന്നതിൽ സംശയം ഇല്ല. ഞങ്ങളുടെ പാർട്ടി ഇവിടെ സുശക്തമാണ്, വളരെ ഭദ്രമാണ്. അവർ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിലെല്ലാം ഒരു നയവും നിർദ്ദേശവും വ്യക്തമായി ഉണ്ട്. ഇവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത്. പലപ്പോഴും നിങ്ങളെടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ പിന്നെ താങ്കളുടെ വിഭാഗം കൈക്കൊള്ളുന്ന നിലപാടുകൾ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി കൈക്കൊള്ളുന്ന ചില നിലപാടുകളാണ്, കൃത്യമായൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുന്ന നിലപാടല്ല എന്ന് നിങ്ങളുടെ വിമർശകർ നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ആരെങ്കിലും ഒരാൾ ശാശ്വതമായ ഒരു അവസ്ഥയിൽ ഉറച്ചു നിന്നതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അവരും രാജ്യത്ത് നന്മ എന്താണോ അതാണ് അവർ സ്വീകരിക്കുന്നത്. കൂട്ടുകെട്ടുകളും മാറ്റങ്ങളും എല്ലാം ഉണ്ടാവും. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരിക്കലും രാഷ്ട്രീയമായി സംഘടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങളതിന് തയ്യാറുമല്ല. ഒരു മതപ്രവർത്തകൻ, ഒരു മതനേതാവ് കൂടിയാണെങ്കിലും അണികളുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അതേ, അണികൾ രാജ്യത്തിൻ്റെ നന്മക്ക് അനിവാര്യമായത് ചെയ്യണമെന്ന് ഞങ്ങൾ അണികളെ പഠിപ്പിക്കുന്നവർ തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പുറകോട്ട് പോവുകയല്ല. വളരെയധികം നന്ദി.